ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 1 അവർ കൊണ്ട് നല്ലൊരു എമൗണ്ട് കിട്ടുന്ന ഒരു വർക്കിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതുപോലുള്ള വീഡിയോസ് വേണമെന്ന് കമൻറ്റ് വന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയും കൂടി നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയലും അത് എങ്ങനെയാണ് ഓർഡേഴ്സ് കിട്ടുക എന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. പിന്നെ കുറേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സ്റ്റിച്ചിങ്ങിലൂടെ വരുമാനം നേടാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പെർ മീറ്ററിന് 200 രൂപ ഒക്കെ കിട്ടുന്ന ഒരു വർക്കാണ് കേട്ടോ ഇത്. ദുപ്പട്ടയിലും സാരിയിലും സ്ലീവിലും നെക്കിലും ഒക്കെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സാരിയുടെ ഒക്കെ 4 വശത്തും ദുപ്പട്ടയുടെ ഒക്കെ 4 വശത്തും ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സാരിയൊക്കെ ഒരു 5.5 മീറ്റേഴ്സൊക്കെയാണ്. അപ്പോൾ പെർ മീറ്ററിന് 200 രൂപ ചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു 10-12 മീറ്ററിൽ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. സോ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു 2.5 ഇഞ്ച് വിഡ്ത്തുള്ള ക്യാൻവാസ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതൊരു ദുപ്പട്ടയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ദുപ്പട്ടയുടെ ലെങ്ത്തിൽ തന്നെ ക്യാൻവാസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. 4 വശത്തുമാണെങ്കിൽ അതിനനുസരിച്ച് ക്യാൻവാസ് എടുക്കുക. എന്നിട്ട് ഇതാ ഞാൻ ഇതേപോലെ ഒരു പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിലെ ചുളിവൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് ഒന്ന് അയൺ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഓർഡേഴ്സൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ പറയുന്നുണ്ട്. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമുക്ക് അതിൻ്റെ അരികിൽ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് അകലത്തിൽ ഈ ഒരു ക്യാൻവാസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിൻ്റെ ബാക്ക് വശത്താണ് നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഫുൾ ലെങ്ത്തിലും ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പാറ്റേൺ കൊണ്ട് നമ്മൾ ഡിസൈന് വരച്ചു കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈന് വരച്ചു കൊടുക്കാം. നമുക്ക് കസ്റ്റമർ ഇങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ തന്നെ ചൂസ് ചെയ്തേക്കുന്നത്. ആ ഒരു ഫുൾ ലെങ്ത്തിലും നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെ വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സ്കാലപ്പ് വർക്ക് നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു വർക്ക് ചെയ്യിക്കുന്നുണ്ട്. റെഡിമെയ്ഡ് ഡ്രസ്സാണ് വാങ്ങുന്നതെങ്കിലും അതിൻ്റെ ദുപ്പട്ടയിലും ഈ ഒരു സ്കാലപ്പ് വർക്ക് എല്ലാവരും ചെയ്യിക്കാറുണ്ട്. കടകളിൽ തന്നെ റെഡിമെയ്ഡ് ഷോപ്പുകളിൽ തന്നെ ഈ ഒരു ഷോള് കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് തന്നിട്ട് ഈ ഒരു വർക്ക് ചെയ്തിട്ട് അവർ ഡിസ്പ്ലേക്ക് ഇടാറുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾ അടുത്തുള്ള കടകളിൽ ചെന്നിട്ട് അവരുടെ അടുത്ത് പറയുക, സ്കാലപ്പ് വർക്ക് നിങ്ങൾ ചെയ്ത വർക്ക് കൊണ്ടു ചെന്ന് കാണിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് റെഡിമെയ്ഡ് ചുരിദാറിൻ്റെ ദുപ്പട്ട വാങ്ങി സ്കാലപ്പ് ചെയ്തിട്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ സിൽക്ക് ത്രെഡാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നതിൻ്റെ മെഷീൻ എന്ന് പറയുന്നത് ബ്രദറിൻ്റെ GS3710 എന്ന് പറയുന്ന ബ്രദറിൻ്റെ മോഡലാണ്. അപ്പം അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഇതാ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന അത്രയും സ്പീഡിലല്ല കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. വളരെ പതുക്കെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ആദ്യം ഒരു പഴയ തുണിയിൽ ഈ ഒരു വർക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയലിൽ ചെയ്യുക. അപ്പോൾ ക്യാൻവാസിൽ നിന്ന് മാറിപ്പോകാതെ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ക്യാൻവാസിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയലിൽ ചുളിവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് അത് വരുന്നത്. ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്ന് കാണിക്കാം. 2 രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോട്ടൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു സോൾഡറിങ് അയൺ വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം സിസർ വെച്ചിട്ട്, അതായത് കത്രിക വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട്
സോൾഡറിങ് അയൺ വെച്ച് ഒന്ന് പെർഫെക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഓർഗൻസ സിൽക്ക് മെറ്റീരിയലിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സോൾഡറിങ് അയൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. കോട്ടൺ മെറ്റീരിയൽ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് സോൾഡറിങ് അയൺ വെച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് ആദ്യം കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് മാത്രം ഒന്ന് സോൾഡറിങ് അയൺ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത വർക്കിൽ തട്ടാതെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് സിൽക്ക് ത്രെഡോ നോർമൽ ത്രെഡോ ഏത് ത്രെഡ് വേണമെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നോർമൽ മെഷീൻ വെച്ചും ഈ ഒരു സ്കാലപ്പ് വർക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്ട്രെയിറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്താൽ മതി. അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനിവിടെ സിഗ്സാഗ് സ്റ്റിച്ച് വെച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോർമൽ മെഷീനിൽ ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് സ്റ്റിച്ച് വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വീഡിയോ വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് ഡ്രസ്സ് തയ്ക്കാൻ അറിയില്ലെങ്കിലും ജസ്റ്റ് ഒരു തയ്യൽ മെഷീൻ വെച്ച് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ക്യാൻവാസ് നോർമലി നമ്മൾ ഇളക്കിയെടുക്കുന്ന പോലെ നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഫുള്ളായിട്ട് തയ്ക്കാൻ അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വർക്ക് വെച്ച് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതേപോലുള്ള വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ 1 മണിക്കൂർ കണ്ടൊക്കെ നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന വർക്കിൻ്റെ വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് തന്നെയാണോ വേണ്ടത് അല്ല ട്യൂട്ടോറിയൽസ് ആണോ വേണ്ടത് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്